നമസ്കാരം. ഞാൻ ശക്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദം, ചതയം, പുരുരുട്ടാതി 1, 2, 3 പാദ നക്ഷത്ര ജാതകർക്ക് 2025 ശനിയുടെ രാശിമാറ്റം കൊണ്ട് 7 ശനി അവസാനിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ളൊരു മുന്നറിയിപ്പ്. 2025 മാർച്ച് മാസം 29-ാം തീയതിയോടുകൂടി, ഏകദേശം 29-ാം തീയതിയോടുകൂടിയാണ് ശനി രാശിമാറ്റം വരുന്നത്. ആ ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിലേക്ക് 7 ശനിയുടെ അവസാനമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രാശിമാറ്റ ഫലം കൊണ്ട് ഇവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞങ്ങൾ മുൻകൂട്ടി അവരെ അറിയിക്കുന്നത്. ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്കുള്ളൊരു കടപ്പാടിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള രാശിസ്ഥിതി അല്ലെങ്കിൽ ഗ്രഹമാറ്റത്തെ സംബന്ധിച്ച വിശദമായിട്ടുള്ള ജ്യോതിഷപരമായിട്ടുള്ള വീഡിയോ ഞങ്ങൾ പിന്നാലെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ അതിന് മുൻപ് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്കുള്ളൊരു കടപ്പാടും ബാധ്യതയും അനുസരിച്ചാണ് ഇതൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ 2025 മാർച്ച് മാസം ഏകദേശം 29-ാം തീയതിയാണ് ശനി രാശി മാറുന്നത്. അപ്പോൾ 2025 ഏകദേശം മാർച്ച് മാസം 29-ാം തീയതി മുതൽ തുടർന്ന് 2.5 വർഷക്കാലത്തെ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദം, ചതയം, പുരുരുട്ടാതി 1, 2, 3 പാദ നക്ഷത്രജാതകർക്ക് ശനി ചരവശൽ 2-ൽ സഞ്ചരിക്കും. അതായത് 7 ശനിയുടെ അവസാന ഭാഗം. ഇപ്പോൾ ഇവർക്ക് 7 ശനി അവസാനിക്കുക എന്ന് പറയുന്നത് 2025 മാർച്ച് മാസം ഏകദേശം 9-ാം തീയതി മുതൽ തുടർന്ന് 2.5 വർഷക്കാലം. അപ്പം 27-28 ഇവർക്ക് അവസാനിക്കത്തുള്ളൂ. അപ്പോൾ എന്നാൽ 2025 മാർച്ച് മാസം ഏകദേശം 29-ാം തീയതി മുതൽ തുടർന്ന് 2.5 വർഷക്കാലം ഇവർക്ക് 7 ശനിയുടെ അവസാന ഭാഗമായിട്ട് 2-ാം ഭാവസ്ഥിതനായിട്ട് ശനി സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തണമെന്ന് ചോദിച്ചാൽ, കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാതിരിക്കാൻ വേണ്ടുന്ന ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത, കലഹം, വേർപാട്, ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള പ്രതിസന്ധികളുടെ ബുദ്ധിമുട്ട് വിഷയങ്ങൾ, അപ്പം കുടുംബപരമായിട്ട് മനസ്സമാധാനം പോകാനിടയുള്ള ഒരു കാലഘട്ടമായിട്ട് തന്നെ ഈ 7 ശനിയുടെ അവസാന ഭാഗം നമുക്ക് വ്യാഖ്യാനിക്കാം. എന്നാൽ നമ്മൾ തമിഴ്നാട്ടിലടക്കമുള്ളൊരു ശനിയുടെ ഒരു ഭാവ വികരണം നോക്കിയാൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നമ്മൾ 7 ശനി, കണ്ടക ശനിയൊക്കെ വരുമ്പം ഇപ്പോൾ 2-ൽ ശനി വന്നാൽ ഉടനെ 7 ശനി അവസാന കാലഘട്ടമൊന്നും അവിടെ അങ്ങനെ അന്ധമായിട്ട് വിധി എഴുതാറില്ല. ശനി സഞ്ചരിക്കുന്ന രാശിയിലെ ചന്ദ്രസ്ഥിതി വെച്ചുകൊണ്ടും ജാതകത്തിലെ ചന്ദ്രരാശി വെച്ചുകൊണ്ടുമൊക്കെ ഒരു മൂർത്തി നിർണ്ണയമൊക്കെ നടത്തിയാണ് അവിടെ 7 ശനി, കണ്ടകശനി ആണെങ്കിൽ പോലും ശനി ദോഷകാരകനാണോ എന്ന് വിലയിരുത്തുന്നത്. അത്തരം കാര്യങ്ങളുടെ ബാധകമല്ലെങ്കിൽ പോലും പൊതുവേ നമ്മൾ പറഞ്ഞാൽ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദം, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദ നക്ഷത്രജാതകരെ സംബന്ധിച്ച് 7 ശനിയുടെ അവസാന കാലഘട്ടം ആരംഭിക്കുന്നത് 2025 മാർച്ച് ഏകദേശം 29-ാം തീയതി മുതലാണ്. അപ്പം 2025 മാർച്ച് മാസം ഏകദേശം 29-ാം തീയതി മുതൽ 2.5 വർഷക്കാലത്തേക്ക് 7 ശനിയുടെ അവസാന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവർ കഴിഞ്ഞ ഒരു 7.5 വർഷക്കാലമായിട്ട് 7 ശനിയുടെ പിടിയിൽ അമർച്ച ചെയ്യപ്പെട്ട് വരികയാണ്. 7 ശനിയുടെ പിടിയിൽ അകപ്പെട്ട് വരികയാണ്. ജന്മക്കൂറിൻ്റെ 12, 1, 2 ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്നതാണല്ലോ 7 ശനി. അപ്പോൾ ഈ 12, 1 ഭാഗങ്ങളിലൊക്കെ ശനി സഞ്ചരിച്ച് വന്ന കാലഘട്ടത്തിൽ ഈ നക്ഷത്രം, ഈ കൂറുകാരുടെ ജീവിതത്തിൽ ഒരിക്കലും നികത്താനാവാത്ത ചില വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടങ്ങളുടെ പട്ടിക എടുത്താൽ നമുക്കത് കൃത്യമായിട്ട് നിരത്തി വില നിർണ്ണയിക്കാൻ പറ്റുന്നതല്ല. വ്യക്തികളുടെ വിയോഗമാകാം, സ്വത്തുക്കളുടെ നാശമാകാം, ബന്ധങ്ങളുടെ അകൽച്ചയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുണഫലങ്ങളുടെ നഷ്ടമാണ്. ഇതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവരവരുടെ കർമ്മഫലത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടാണ്. അതായത് ജന്മജന്മാർജിതമായിട്ട് നമ്മൾ മുൻ ജന്മങ്ങളിൽ ചെയ്തിരുന്ന ഗുണദോഷ ഫലങ്ങളുടെ ഒരു ആകത്തുകയായിട്ടുള്ള ചീട്ടുമായിട്ടാണ് ശനി ദോഷകാരകനായിട്ട് എല്ലാ നക്ഷത്രയാതരെയും പിടികൂടുക. ഓരോരോ കാലങ്ങളിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രയാതരെയും ശനി ഓരോരോ കാലങ്ങളിൽ പിടികൂടുന്നത് അവരവരുടെ കർമ്മഫലമനുസരിച്ചുള്ള പ്രതിഫലം നൽകാനാണ്. പിന്നെ ശനീശ്വരനെ പോലെയുള്ളൊരു ഗ്രഹം ബാധിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുജ്ജന്മങ്ങളിലെ പുണ്യപാപങ്ങളുടെ ലിസ്റ്റ് മാത്രമല്ല,
ഈ ജന്മങ്ങളിലും അവൻ എങ്ങനെയാണ് പോകുന്നത്? പരദ്രോഹ ചിന്ത ചെയ്യുന്നുണ്ടോ? അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്നുണ്ടോ? അന്യൻ്റെ കുടുംബം കലക്കുന്നുണ്ടോ? അന്യൻ്റെ വ്യക്തി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അന്യൻ്റെ സ്ഥാനനഷ്ടത്തെ തട്ടിപ്പറിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ കൂടെ ശനി നടത്താറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആവശ്യമില്ലാത്തുള്ള ഏർപ്പാടിലൂടെ പോവുകയാണെങ്കിൽ അവരെയൊക്കെ ശനി കാര്യമായിട്ട് പീഡിപ്പിക്കുന്നല്ല, കനത്ത പ്രഹരമേൽപ്പിക്കും. ഈ പ്രഹരങ്ങൾ കൊണ്ടും നമുക്ക് തിരിച്ചറിയുവാനുള്ള ബുദ്ധിയും ബോധവും ഇല്ലെങ്കിൽ ശനിയെ കുറ്റം കൊണ്ട് കാര്യമില്ല. അങ്ങനെയുള്ളവരെയാണ് പിന്നീട് അദ്ദേഹം വേറൊരു പരീക്ഷണത്തിൽ രോഗദുരിതങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. കാരണം പ്രതികരിക്കാൻ പോലും ആവാത്ത അവസ്ഥയിലേക്ക് ആക്കി തീർക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ശനിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ടം 3, 4 പദം, ചതയം, പൂരുവിട്ടാതി 1, 2, 3 പദനക്ഷത്രരെ സംബന്ധിച്ച് 2025 ഏകദേശം മാർച്ച് മാസം 29-ാം തീയതി മുതൽ 2 വർഷക്കാലത്തേക്ക് ശനി 2-ൽ വരുന്നത് കൊണ്ട് കുടുംബപരമായിട്ടുള്ളൊരു വിയോഗം, വേർപിരിവ് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. മാതാപിതാക്കൾ മക്കളുമായിട്ട് സ്വത്തുക്കൾക്ക് സംബന്ധിച്ച് തർക്കം, അതല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധങ്ങളെ സംബന്ധിച്ച് തർക്കം, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ വരുന്ന രണ്ട് അഭിപ്രായം, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ട് ഒരകൽച്ചയോ വേർപാടോ ഉണ്ടാകുവാനുള്ള സാധ്യതയോ, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് മക്കൾ പിരിഞ്ഞു പോകാനോ മക്കളിൽ നിന്ന് മാതാപിതാക്കൾ പിരിഞ്ഞു പോകുവാനോ ഉള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് എടുത്ത് പറയാം. മറ്റൊന്ന്, മുഖം മൂടി അണഞ്ഞ ചില വ്യക്തികളുമായിട്ട് സഹവസിക്കേണ്ടി വരും. മുഖം മൂടി അണഞ്ഞ വ്യക്തികളുമായിട്ട് സഹവസിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വഞ്ചനാ സ്വഭാവമുള്ള ഏതെങ്കിലും തരത്തിൽ ഈ നക്ഷത്രജാതരെ വഞ്ചിക്കണമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ആൾക്കാരുടെ വളരെ ശുദ്ധരെന്ന് നടിച്ചുകൊണ്ടുള്ള വാചക കസർത്തുകളിൽ വീണു പോവുകയും അതുവഴി ധനനഷ്ടമോ മാനനഷ്ടമോ ഉണ്ടാവാനിടയുണ്ട്. മറ്റൊന്ന് പറയുന്നത്, അവസാനിച്ചു എന്ന് കരുതിയിരുന്ന ചില നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് ഈ ഓഹരി വിഷയങ്ങളുമായിട്ട് സംബന്ധിച്ച വിഷയങ്ങളിലൊക്കെ ഒരു പുനരന്വേഷണം പോലെ അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെയൊക്കെ ഉണ്ടാകാനിടയുണ്ട്. ശാരീരികമായിട്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാലഘട്ടം. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വൈറസുകളുടെ ആക്രമണം, ഏതെങ്കിലും തരത്തിലുള്ള രോഗാണുക്കളുടെ ആക്രമണം കൊണ്ടും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടം. അപ്പോൾ 2025 മാർച്ച് മാസം 30-ാം തീയതി മുതൽ തുടർന്ന് വരുന്ന 2 വർഷക്കാലം ഇവർക്ക് 7 ശനിയുടെ അവസാന ഭാഗമാണ്. അപ്പോൾ 2025 മാർച്ച് മാസം 29-ാം തീയതി മുതൽ വരുന്ന 2 വർഷക്കാലത്തിൽ ഇവർക്ക് 2.5 വർഷം എന്ന് പറയുന്നത് ഏകദേശം 30 മാസമാണല്ലോ. അതിൽ 20 മാസം ഈ പറഞ്ഞ ഫലങ്ങൾക്ക് സാധ്യതയുണ്ട്. സൂക്ഷിച്ചു പോകണം. അവനവന് പേര് ദോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ നടത്താതിരിക്കുക. തൊഴിൽ സ്ഥാപനത്തിലായാലും വീട്ടിലായാലും. അതുപോലെ തന്നെ നമുക്ക് യോഗ്യമല്ലാതെയുള്ള ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും പോയി വീഴാതിരിക്കുക. മദ്യപാനാദി വിഷയങ്ങൾ, ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെ ദോഷഫലങ്ങൾ, ആന്തരിക അവയവങ്ങൾ സംബന്ധിക്കുന്ന രോഗദുരിതങ്ങൾ മുതൽ വീഴ്ചയിൽ അപകടം, വാഹനാപകടം വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ പോയി വീഴാതിരിക്കുക. മറ്റുള്ളവരുടെ കണ്ണുനീരിനിടയാകുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങൾ എത്ര ന്യായീകരിച്ചാൽ അത് മോശമാണെങ്കിൽ, അത് മറ്റുള്ളവൻ്റെ കണ്ണുനീരിന് ഇടയാകേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ന്യായീകരിക്കാം, അത് നിങ്ങളുടെ ന്യായീകരണമാണ്. പക്ഷേ ഈശ്വരൻ്റെ അല്ലെങ്കിൽ ശനീശ്വരൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് ചെയ്യാൻ പാടില്ല. ഇതിപ്പം നമ്മൾ വസിക്കുന്ന പ്രദേശത്തുള്ള വൃക്ഷലതാദികളാണെങ്കിലും പക്ഷിമൃഗാദികളാണെങ്കിലും സഹജീവികളാണെങ്കിലും ഇവയോടൊന്നും നമ്മൾ കാരുണ്യം പുലർത്തണ്ട, അല്ലെങ്കിൽ അവരെയൊന്നും സഹായിക്കണ്ട, ഉപദ്രവിക്കരുത്. അങ്ങനെയൊക്കെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ചോദ്യം ഉണ്ടാകും. നമ്മളിപ്പോൾ തിരിച്ചടിക്കാൻ കഴിവില്ലാത്ത ഒരാളെ നമ്മൾ ആരെങ്കിലും അടിക്കുകയാണെങ്കിൽ, തല്ലുകയാണെങ്കിൽ, അവനെ പീഡിപ്പിക്കുകയാണെങ്കിൽ, അവനെ തിരിച്ചടിക്കാനും പ്രതികരിക്കാനും കഴിവില്ലാത്തതുകൊണ്ടെങ്കിൽ അവൻ്റെ അവസാന നിമിഷം പറഞ്ഞൊരു വാചകമുണ്ട്, നിന്നോട് ഈശ്വരൻ ചോദിച്ചോളൂ എന്ന്. അതുതന്നെയാണ് ഇവിടെ ചോദിക്കാൻ വരുന്നത്. ഈശ്വരൻ ചോദിക്കാനായിട്ട് ഏർപ്പാടാക്കേണ്ടതാണ് ശനീശ്വരനെ. ശനീശ്വരൻ്റെ നമ്മൾ ജ്യോതിഷത്തിൽ വിശേഷിപ്പിക്കുന്നത് യാതൊരു വിധത്തിലുമുള്ള പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും മുഖസ്തുതികൾക്കും വഴങ്ങാത്ത നിഷ്പക്ഷനും നീതിമാനുമായ ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യനായിട്ടുള്ള ഒരാളായിട്ടാണ് ശനീശ്വരൻ നമ്മൾ വിലയിരുത്തുന്നത്. ശനീശ്വരൻ നമ്മളെ ബാധിക്കുമ്പോൾ ഞാൻ ബ്രഹ്മസൂത്രം അറിഞ്ഞ ആളാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മചാരിയാണ്, അല്ലെങ്കിൽ ഞാൻ മാന്ത്രികനാണ്, അല്ലെങ്കിൽ ഞാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്ത ഭക്തനാണ്, ഇതൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല.
മഹാദേവനെ പോലും ബാധിച്ചിട്ടുള്ളതാണ് ശനീശ്വരൻ. പിന്നെ വേറെ വിശേഷിച്ച് പറയണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിരീക്ഷിക്കാൻ വരുമ്പോൾ നമ്മളുടെ മനസ്സാ വാചാ കർമ്മണ നമ്മൾ പരദ്രോഹ ചിന്തയും കൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ തക്കതായിട്ടുള്ള പണി നമുക്ക് കിട്ടും. നമ്മളതിന് പരിതപിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷഫലങ്ങൾ വരുമ്പം നമ്മുടെ നക്ഷത്രം മാറ്റി ചിന്തിച്ചിട്ടോ, അല്ലെങ്കിൽ അശ്വതി മുതൽ രേവതി വരെ നക്ഷത്രങ്ങളെ മൊത്തം അടച്ചാക്ഷേപിച്ചിട്ടോ, അതല്ലെങ്കിൽ നവഗ്രഹങ്ങളെ മൊത്തം തെറി പറഞ്ഞിട്ടോ, അതല്ലെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കണം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാമെന്ന് മാത്രം. അതല്ലാതെ ദൈവമില്ല. ചില ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ വരുമ്പം ദൈവമില്ല എന്ന് പറയാറുണ്ട്. ദൈവത്തിന് നമ്മുടെ സർട്ടിഫിക്കറ്റ് എവിടെയെങ്കിലും സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ബാലിശ്യമായിട്ട് ചിന്തിക്കുക. നമ്മളുടെ നേട്ടങ്ങൾക്കും നമ്മളുടെ സുഖങ്ങൾക്കും വേണ്ടിയിട്ട് ഭൂമിയിലുള്ള സകലതിനെയും ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കുക. നമുക്ക് വശപ്പെടാത്ത ഏതിനെയും നമ്മൾ എങ്ങനെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ വടക്കാക്കി തനിക്കാക്കുന്ന രീതിയിലേക്ക് നമ്മൾ നീങ്ങുക. ഇതൊക്കെ ദൈവനിന്ദ തന്നെയാണ്, പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് നമ്മൾ പരിശോധിച്ചത് തിരിച്ചടികൾ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്? നിരനിരയായിട്ട് ശാപം പോലെ ദുരിതങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വർദ്ധിക്കുകയും നമ്മളെ ഒരു ദുരിതക്കയത്തിൽ നിന്നും മറ്റൊരു ദുരിതക്കയത്തിലേക്ക് എന്ന രീതിയിൽ എടുത്തെറിയപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ പ്രവൃത്തികൾ സംശുദ്ധമല്ല, പ്രപഞ്ചനീതിയുമായിട്ട് യോജിക്കുന്നില്ല. കാരണം നമുക്ക് ഈശ്വരനിലൊന്നും അങ്ങനെ വിശ്വാസമൊന്നുമില്ല, നവഗ്രഹങ്ങളിൽ വിശ്വാസമില്ല, ജ്യോതിഷത്തിൽ ഒട്ടും വിശ്വാസമില്ല, എല്ലാം തട്ടിപ്പാണെന്ന് പറയും. ഇതിലൊന്നും വിശ്വാസമില്ല. നമ്മളുടെ ശരികളിലൂടെ പോകുന്നു. പക്ഷെ നമ്മളുടെ ശരികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന പലതും പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചടി കിട്ടും എന്ന് പറയുന്നത് പോലെ ശനീശ്വരൻ ഇപ്പോൾ ഏഴര ശനിയുടെ അവസാന ഭാഗത്ത് നമ്മളെ ബാധിക്കുന്നത് നമ്മളെ നന്നാക്കിയിട്ട് അദ്ദേഹം പോകും. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. കാരണം നമ്മൾ ഈശ്വരന് കീഴ്പ്പെട്ടവനാണ്. നമ്മളല്ലല്ലോ ഈശ്വരനെ സൃഷ്ടിച്ചത്. ഈശ്വരനാണ് നമ്മുടെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇണക്കിയിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾക്കും ശാസനകൾക്കും വിരുദ്ധമായിട്ട് നമ്മൾ സർവകലാവല്ലഭനായിട്ട് പോയാൽ അതിൽ പലരുടെയും കണ്ണുനീരും വിഷമവും ദുഃഖവും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളതിന് മറുപടി പറഞ്ഞേ പറ്റും. നമുക്ക് തോന്നുന്ന ഒരു ചുക്ക് സംഭവിക്കില്ല, എന്നാ സംഭവിക്കാനാണ്, അങ്ങ് വന്നാൽ മരിച്ചു പോയാൽ മതി. അങ്ങനെയാണല്ലോ നിൽക്കുന്നത്. ഇപ്പോൾ ഓരോന്നും നമ്മൾ മരിക്കുന്നത്. പലരുടെയും പലരെക്കുറിച്ച് നമ്മൾ പല സങ്കല്പങ്ങൾ നെയ്തുകൊണ്ട് പോകുന്നെങ്കിൽ നിമിഷ നേരം കൊണ്ട് ചക്ക വീഴുന്ന പോലെ ഇവിടെ മരിക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ കണക്കൂട്ടുകൾക്ക് അപ്പുറമാണ് ഈശ്വരൻ്റെ കണക്കൂട്ടുകൾ. അത്തരത്തിൽ ശനി കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ടം 3, 4 പാദം, ചതയം, പുരുട്ടാതി 1, 2, 3 പാദം നക്ഷത്രാതിനെ ബാധിക്കുന്നത് കുടുംബം, മക്കൾ, സാമ്പത്തികം, പൊതുവിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും നയിക്കാനിടയുള്ള സാഹചര്യമാണ്. അവിടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്വഭാവത്തെ എങ്കിലും ദുഷിപ്പിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരാതെ ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകളൊക്കെ കഴിയുന്നത്രയും വേഗം കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. തീർക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ വളരെയേറെ ശുദ്ധരും സ്വാത്വികരുമായിട്ട് ജീവിക്കുക. അല്ലാതെ മറ്റുള്ളവനായിട്ട് ഭാര വെച്ച് മറ്റുള്ളവൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടുന്ന ചരടുപരിയൊക്കെ നടത്തി അവനെ ആ സ്ഥാനത്ത് നിന്ന് തള്ളി ഇറക്കി നമ്മൾ ആ സ്ഥാനത്ത് കയറിയിരുന്ന് മറ്റൊരുത്തൻ്റെ ഏതെങ്കിലും ഭർത്താവിനെ നമ്മൾ വശീകരിച്ചു, അല്ലെങ്കിൽ മറ്റൊരുത്തിയുടെ ഏതെങ്കിലും ഭാര്യയെ നമ്മൾ വശീകരിച്ചു, മറ്റൊരുത്തിയുടെ കുടുംബം തകർത്തു, മറ്റൊരുത്തൻ്റെ കുടുംബം തകർത്തു, അവൻ്റെ ബിസിനസ് സാമ്രാജ്യം നമ്മൾ പിടിച്ചടക്കി, അല്ലെങ്കിൽ മറ്റവനിട്ട് അങ്ങനെ ഒരു ഭാര വെച്ചു, അവരെ നമ്മൾ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തി, അല്ലെങ്കിൽ ഇവരെ നമ്മൾ ഇതുകൊണ്ടൊന്നും നിങ്ങൾക്കൊന്നും നേടാൻ പറ്റില്ല. ഇത് നേടാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെക്ക് ചോദിക്കാനായിട്ടുള്ള ആളിതേ വരുന്നു 2025 മാർച്ച് മാസത്തിലൂടെ. ആ ഒരു ബോധവും ഭയവും, ഈശ്വര ഭയം, മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് വിധിച്ചത് മാത്രം നമ്മളിലെത്തും. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു ജോലിയായാലും, ഒരു പദവിയായാലും, ഒരു വീടായാലും, ഒരു വിവാഹയോഗമായാലും, ഒരു എന്താണെങ്കിലും നമുക്ക് ഇണങ്ങാത്തതൊന്നും നമ്മളിലെത്തില്ല. നമുക്ക് വിധിക്കാത്തതിനെ സംബന്ധിച്ച് നമ്മൾ തേടി നടന്നിട്ടും കാര്യമില്ല. 10ാം ക്ലാസ് തോറ്റ്, അല്ലെങ്കിൽ 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരാൾ IAS കാരനാണെന്ന് പറഞ്ഞിട്ട് നടന്ന വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. ധനപരമായിട്ട് എൻ്റെ കയ്യിൽ കോടികളുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ ലോകം മുഴുവൻ നേടാമെന്നും പറഞ്ഞാണ് നടക്കുന്ന കാര്യമൊന്നും ഒന്നും നടക്കുന്നില്ല. ഇതൊന്നും ഇവിടെ പ്രസക്തമല്ല. നിനക്ക് കോടികളുണ്ടെങ്കിൽ നിന്നേക്കാളും മില്യൺ കണക്കിന് കോടികളുള്ള വേറൊരു തനീശ്വരനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം ഒന്നിലും അഹങ്കരിക്കാതിരിക്കുക.
അവനവൻ്റെ പരിമിതികൾ, നമ്മൾ ഈ ശ്വസിക്കുന്ന ശ്വാസം പോലും ഈശ്വരൻ തരുന്ന ഔദാര്യമാണെന്ന ചിന്തയോടുകൂടെ സ്വാധികമായിട്ടുള്ള ഭാവത്തോടുകൂടി വേണ്ടാദിനങ്ങളിൽ അകപ്പെടാതെ കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധികളിൽ ശാശ്വതമായിട്ട് ശാന്തമായിട്ടുമുള്ള സംസാരശേഷി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ കുംഭക്കൂറുകാരായിട്ടുള്ള അവിട്ടം 3, 4 പാദം, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദം നക്ഷത്രജാതർക്ക് 7 ശനിയുടെ അവസാന ഭാഗമെന്ന് പറയുന്ന കാലം വലിയ പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകും. മക്കളൊക്കെ മാതാപിതാക്കളെ ധിക്കരിച്ച് അവരവരുടെ വഴിക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഈ കാലഘട്ടത്ത് പ്രതീക്ഷിക്കാം. മക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള തിരിച്ചടികളും പ്രതീക്ഷിക്കാം. മക്കളിൽ നിന്നും ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ വരെ പ്രതീക്ഷിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് അവനവൻ്റെ വ്യക്തിത്വത്തിനെ നശിപ്പിക്കാതെ കഴിവതും സഹിച്ചും ക്ഷമിച്ചും ക്ഷമയുടെ പാതയിലും ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ 7 ശനിയുടെ അവസാന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ പോകാതിരിക്കാൻ കഴിയുമെന്നൊരു ചൂണ്ടുപലകയുടെ ആയിട്ട് മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ കുംഭക്കൂറുകാരിൽപ്പെട്ട ഈ നക്ഷത്രജാതരുടെ ജാതകമനുസരിച്ച് ഈ പറയുന്ന കാലഘട്ടത്തിൽ ദശനാഥനും അപകാരനാഥനൊക്കെ യോഗകാരകന്മാരും വളരെയേറെ ഗുണഫലങ്ങൾ നൽകുന്നവരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ പോലും ഏകദേശം നമ്മളിതൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ഫലസാധ്യമാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈശ്വര പ്രാർത്ഥനയുടെ സമചിത്തയോടുകൂടെ അഹങ്കാരരഹിതമായിട്ട് അവിവേകമില്ലാതെ എടുത്തിയാട്ടമില്ലാതെ ഞാനാണ് ഇവിടെ വലിയൊരാളാണെന്നുള്ളൊരു അഹംഭാവമില്ലാതെ എല്ലാവരെയും സമഭാവനയോടുകൂടെ കണ്ടുകൊണ്ട് എല്ലാവരോടും സാഹോദര്യം പുലർത്തിക്കൊണ്ടും എല്ലാവരുടെയും മുമ്പിൽ നമ്മളൊരു ഭിക്ഷക്കാരൻ്റെ മാനസിക നിലയോടുകൂടെ നിന്നുകൊണ്ടും വിനയത്തോടും താഴ്മയോടും കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരിടത്തും പരാജയം ഉണ്ടാകത്തില്ല. ഇനി അങ്ങനെ നമ്മൾ പോയിട്ടും ആരെങ്കിലും പരാജയപ്പെടുത്താൻ എവിടെയെങ്കിലും ശ്രമിച്ചാൽ അവർക്കായിരിക്കും തിരിച്ചടികൾ കിട്ടുക എന്ന് മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള വിഷയം.